കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ജിസേലിന്റെയും അനുമോളുടെയും വിഷയം ബിഗ് ബോസ് കൈകാര്യം ചെയ്തതിന്റെ രീതികൾ വെച്ചുകൊണ്ട് ആ വീട്ടിലുള്ള പല ആൾക്കാരും കാര്യമായിട്ട് അനുമോളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞാൽ അനുമോൾക്ക് പ്രേക്ഷകർ മുഴുവൻ എതിരാണെന്നും ജിസേലിനെയാണ് പുറത്ത് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുമുള്ള ഒരു തെറ്റായ ധാരണ. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നീട് ഈ നെഗറ്റീവായി നിൽക്കുന്ന ആളിനെ വെച്ചുകൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കുകയും അയാളുടെ മുൻപിൽ പോയി അയാളെ പ്രൊവോക്ക് ചെയ്യുകയും പ്രശ്നമുണ്ടാക്കുകയും ചെയ്ത് അങ്ങനെ ആളാകാൻ ശ്രമിക്കുന്ന ചില ആൾക്കാരുണ്ടാവും. അത് പലരുടെയും ഗെയിമാണ്. ഈ തെറ്റിദ്ധാരണ കൊണ്ട് മുൻ സീസണുകളിലൊക്കെ കാര്യമായിട്ട് പണി കിട്ടിയ പല ആൾക്കാരുമുണ്ട്. ഇപ്പോൾ അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഒരു കൂട്ടം ആൾക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയിൽ ആര്യൻ ക്യാപ്റ്റൻ ആയപ്പോൾ തന്നെ അപ്പാനി ശരത്ത് പറയുന്നുണ്ട്, എന്നെ കിച്ചൺ ടീമിലേക്ക് ഇടണം. അതായത് അനുമോൾ കിച്ചൺ ടീമിലേക്കാണ് വന്നിരിക്കുന്നത്, എന്നെ അതിന്റെ ക്യാപ്റ്റൻ ആക്കി ഇടണം. ഈ ആഴ്ച എനിക്ക് അവളെ അടിച്ചേ പറ്റൂ. അപ്പാനിയുടെ സ്വാധീനത്തിന് തുടക്കത്തിൽ തന്നെ ആര്യൻ വഴങ്ങിക്കൊടുക്കുകയാണ്. ഓരോരുത്തരും എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് തന്നെയായിരിക്കും ആര്യന് മുമ്പോട്ട് പോവുക. കാരണം ആര്യനും ഇതിനകത്ത് ഗെയിമുണ്ട്. ഇവരൊക്കെ ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട ആൾക്കാരാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവർ ഗ്രൂപ്പ് ചേർന്ന് തീരുമാനിച്ചിട്ടുണ്ട് അനുമോളാണ് ഈ ആഴ്ചത്തെ ടാർഗറ്റ് അല്ലെങ്കിൽ വേട്ടമൃഗം എന്നുള്ളത്. അതിനാൽ അപ്പാനിയെ ക്യാപ്റ്റനാക്കി മാറ്റി. അപ്പാനിയുടെ കളി തുടങ്ങിയിട്ടില്ല. അപ്പാനി ഇപ്പോൾ അടുക്കളക്കകത്ത് ഒരു നല്ല പിള്ള ചമയുകയാണ്. എന്നാൽ ഗ്രൂപ്പിന്റെ തീരുമാനപ്രകാരം ആദ്യത്തെ ആക്രമണം ഏറ്റെടുത്തത് റെന ഫാത്തിമയാണ്. അടുക്കളക്കകത്ത് രാവിലെ മുതൽ കയറി ശരിക്കും പറഞ്ഞാൽ പട്ടി ഷോ തന്നെയാണ് ആ പെങ്കൊച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയും അനുമോളെ പ്രൊവോക്ക് ചെയ്യുക, പ്രശ്നമുണ്ടാക്കുക, ഇത് തന്നെയാണ്. ഇറിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇജാതി ഇറിറ്റേഷൻ. നമ്മൾ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ മുഖമടച്ച് അടിച്ചുവിടും. ആ രീതിയിലുള്ള ഇറിറ്റേഷനാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അനുമോൾക്ക് മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ പോലും പറ്റാതെ പിറകിന് നടന്ന് അനാവശ്യങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഒടുവിൽ റെന ഫാത്തിമയുടെ ആ പ്രൊവോക്കേഷനിൽ ഇവർ വീഴുന്നുണ്ട്. അനുമോള് ശബ്ദമുയർത്തുന്നു, സംസാരിക്കുന്നു, ബഹളമാകുന്നു. കുറച്ചധിക സമയം ബഹളം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബഹളത്തിനിടയിൽ റെന ഫാത്തിമ അനുമോളെ ചെപ്പാത്തിക്കള്ളി എന്ന് വിളിക്കുന്നുണ്ട്. ആ ഒരു വാക്ക് കേട്ടപ്പോഴാണ് ശരിക്കും അനുമോൾക്ക് കുരു പൊട്ടുന്നത്. നീ കണ്ടോടി ഞാൻ ചെപ്പാത്തി മോട്ടിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് രണയ്ക്കെതിരെ കത്തിക്കയറുന്നു. ഭയങ്കര ബഹളം നടക്കുന്നു. ഈ ചെപ്പാത്തിക്കള്ളി എന്നുള്ള ആ പരാമർശം ഒരിക്കലും റെന ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം അതൊരു നിലപാടില്ലായ്മയാണ്. അതായത് ലാലേട്ടൻ മെനിങ്ങാന്ന് ഈ വിഷയം എപ്പിസോഡിൽ എടുത്തിട്ടതാണ്. അനുമോള് ചപ്പാത്തി മോഷ്ടിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ലാലേട്ടൻ പരസ്യമായി ചോദിച്ചപ്പോൾ ഒരൊറ്റ ആൾ പോലും കണ്ടു എന്ന് പറഞ്ഞില്ല. ഈ ആരോപണം ഉന്നയിച്ച ജിസേല് പോലും അവൾ ചപ്പാത്തി മോഷ്ടിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയാൻ തയ്യാറായില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു നനഞ്ഞ പടക്കമാണെന്നും അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണെന്നും എല്ലാ ആൾക്കാർക്കും മനസ്സിലായിട്ടുള്ളതാണ്. എങ്കിലും റെന ഫാത്തിമ ഇന്ന് ചെപ്പാത്തിക്കള്ളി എന്ന് മുഖത്ത് നോക്കി വിളിച്ചു. അത് അനുമോൾക്ക് ഭയങ്കരമായിട്ട് ഷോക്കായി പോയി കേട്ടോ. അനുമോൾ പൊട്ടിത്തെറിച്ചു. അതിനുശേഷം അനുമോൾ പറഞ്ഞത്, നിന്റെ തന്തയും തള്ളയും നിന്നെ വളർത്തിയത് ഇതുപോലെ ആയിരിക്കും, പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും ഈ രീതിയിലല്ല എന്നെ വളർത്തിയത്. അത് ശരി, അപ്പൊ എൻ്റെ അച്ഛനും അമ്മയ്ക്കും പറഞ്ഞു അല്ലേ? ഇതാണോ നിങ്ങളുടെ സംസ്കാരം? ഇത് ചോദിച്ചുകൊണ്ട് വീണ്ടും സംസാരം ആരംഭിച്ചു. അപ്പൊ എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും പറഞ്ഞു. ശരിക്കും ഇത് ചോദിച്ചു വാങ്ങിച്ചതാണ്. അങ്ങോട്ട് കയറി ചെന്ന് ചൊറിയുകയാണ്. ഈ ചൊറിയാൻ വാലിഡായിട്ടുള്ള കാര്യങ്ങളും ഒന്നുമില്ല, നിസ്സാരമായ വിഷയങ്ങളാണ്. അതുമാത്രവുമല്ല, ഈ പ്രൊവോക്ക് ചെയ്യുവാൻ വേണ്ടി ഈ പെൺകുട്ടി ഉപയോഗിക്കുന്ന വേറൊരു സംഭവം ഉണ്ടല്ലോ, ഈ അനാവശ്യമായിട്ടുള്ള ഗോഷ്ടി കാണരുത്. അതതിൻ്റെ പീക്ക് ലെവലിലാണ്. നമുക്കത് കണ്ടു നിൽക്കാൻ പറ്റില്ല. നമ്മൾ ഇനിയിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ പോലും ഇമാതിരി ഗോഷ്ടികളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെറുത്തു പോകും. അതുപോലെ നിന്നുകൊണ്ട് ചൊറിയുകയാണ് അനുമോളെ. അങ്ങനെ ആ പ്രശ്നം അവിടെ അവസാനിക്കുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ കാര്യമായിട്ട് ആരും ഇടപെടാൻ പോകുന്നില്ല. വേറെ ആരെങ്കിലുമൊക്കെ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അവിടെ ഗ്രൂപ്പ് ചേർന്ന് ആക്രമണം നടന്നേനെ. പക്ഷേ റെന ഫാത്തിമ ഗ്രൂപ്പിന്റെ ഒരു അഭിവാജ്യ ഘടകമായതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് കണ്ടുകൊണ്ട് ആസ്വദിക്കുകയാണ്. ഇനിയിപ്പോൾ അനുമോൾക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന ശൈത്യ ദൂരെ നിന്ന് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ശൈത്യ യാതൊരു അടുപ്പവും ഇന്ന് അനുമോളോട് കാണിച്ചിട്ടില്ല. അതുമാത്രവുമല്ല, ശത്രുപാളയത്തിന്റെ കൂട്ടായ്മയ്ക്കകത്ത് ആ അയൽക്കൂട്ടമുണ്ടല്ലോ, ഗ്രൂപ്പ് മീറ്റിങ്ങിനകത്താണ് ശൈത്യ രാവിലെ മുതലുള്ളത്. ഇതിനിടയ്ക്ക് അനുമോൾ ശൈത്യയെ ഒന്ന് വിളിക്കുന്നുണ്ട്. ശൈത്യ അത് കേൾക്കുകയും ചെയ്തു. പക്ഷെ ബഹുരസം, ശൈത്യ കേട്ടില്ല എന്ന് നടിച്ച് മുഖം തിരിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അനുമോൾ കൂടുതൽ ഒറ്റപ്പെടുകയാണ്. ആരും തന്നെ സപ്പോർട്ട് ചെയ്യുവാൻ വരുന്നില്ല. ഇതിനിടയ്ക്ക് അപ്പാനി പറയുന്നുണ്ട്, ഞങ്ങളിവിടെ ജോലി എടുക്കുകയാ, നീ ഒന്ന് പോകാമോ, നീ ഒന്ന് വിട്ടുപോകാമോ, നീ എന്തിനാ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്, നീ പോകുന്നൊക്കെ പറയുന്നുണ്ട്. ഇത് പറയുന്നുണ്ടെങ്കിൽ പോലും ഇത് പ്രീ പ്ലാൻഡ് ആണ്. ഇങ്ങനൊരു കാര്യം നേരത്തെ ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടി എല്ലാവരും ചേർന്ന് തീരുമാനിച്ച വിഷയമാണ്. ഇത് അഭിലാഷിന് മനസ്സിലായിട്ടുണ്ട്. അഭിലാഷ് അപ്പാനിയോട് അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് പറയാം. എന്തായാലും താൽക്കാലികമായി വെടിനിർത്തി രണ അവിടുന്ന് പോവുകയാണ്.
കുറെ സമയം കഴിഞ്ഞു, നോമിനേഷനൊക്കെ വന്നു. നോമിനേഷൻ കഴിഞ്ഞതിന് ശേഷം വീണ്ടും രാവിലെ കാണിച്ചതുപോലെ തന്നെ കിച്ചണിലേക്ക് കയറി ചെല്ലുന്നു. അനുമോളെ തന്നെ പിൻപിൽ നിന്നുകൊണ്ട് വെറുതെ ചൊറിയുകയാണ്. കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, ഒരു വാലിഡ് ആയിട്ടുള്ള റീസൺ ഉണ്ട്, ഇന്നതാണ് ഞാൻ പറയാൻ കാര്യം, അങ്ങനെയൊന്നുമില്ല. നിസ്സാരമായ ഓരോരോ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ചൊറിഞ്ഞ് പണി ഉണ്ടാക്കി വെക്കുകയാണ്. അല്ലെങ്കിൽ പണി മേടിച്ചു കൂട്ടാനോ അനുമോൾക്ക് കൂടുതൽ നെഗറ്റീവ് ഉണ്ടാക്കി കൊടുക്കുവാനോ ഉള്ള ശ്രമമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ ചൊറിച്ചിലൊക്കെ നടത്തിയിട്ടും അനുമോൾ മിണ്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ എന്താ നിങ്ങൾ മിണ്ടാത്തത്, എന്താ നിങ്ങൾ മറുപടി പറയാത്തത്, ഇത്രയുമൊക്കെ കേട്ടിട്ടും എന്താ കേട്ടില്ലാത്ത ഭാവത്തിൽ നിൽക്കുന്നത്? ഇതൊക്കെ ചോദിക്കുമ്പോൾ അനുമോൾ പറയുകയാണ്, വഴിയിൽ നിൽക്കുന്ന തെരുവ് പട്ടി നമ്മൾ പോകുമ്പോൾ നമ്മളെ നോക്കി കുരയ്ക്കാറുണ്ട്, നമ്മൾ തിരിച്ചു കുരയ്ക്കാറുണ്ടോ? ഇല്ലല്ലോ. ഇത്രയും കേട്ടപ്പോഴേക്കും രണയുടെ കുരു പൊട്ടി. രണ പറയുകയാണ്, അത് ശരി, അപ്പോൾ നിങ്ങൾ എന്നെ പട്ടിന്ന് വിളിച്ചില്ലേ, നിങ്ങൾ എന്നെ പട്ടിന്ന് വിളിച്ചു അല്ലേ? അപ്പോൾ അനു, അങ്ങനെയാണ് മനസ്സിലാക്കിയെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, നീ പോയി നിന്റെ പണി നോക്കെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഈ പട്ടി പരാമർശവുമായിട്ട് അവിടെ വീണ്ടും അടുത്ത കുത്തിത്തിരിപ്പിന് ശ്രമിക്കുകയാണ്. എന്തായാലും നിർഭാഗ്യവശാൽ ഈ പട്ടിയെ കയറി മറ്റാരും പിടിക്കാൻ വന്നില്ല. ഇനി ഒരുപക്ഷെ എല്ലാവരും കേൾക്കാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ അതിനകത്ത് ഒരു രസം ഉണ്ടാകില്ല എന്ന് കരുതിയാണോ ആരും ആ പട്ടിയിൽ കൈവെക്കാൻ തയ്യാറായില്ല. അതോടുകൂടി രണ ഫാത്തിമയുടെ ചീട്ട് കീറുന്നു, താൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പക്ഷെ ഇതിനിടയിൽ മറ്റൊരു സംഭവം നടക്കുന്നുണ്ട്. ജിസേൽ അവിടേക്ക് വരുന്നുണ്ട്. ജിസേൽ വന്ന് കയറിയിട്ട് അനുമോൾക്കിട്ട് അടിക്കുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ പ്രീ പ്ലാൻഡ് ആണ്. എല്ലാവരും കൂടി അനുമോളെ ടാർഗറ്റ് ചെയ്യുകയാണ്. ഈ ആഴ്ചയിൽ മാക്സിമം എല്ലാവരും അനുമോളെ അടിക്കുക. അങ്ങനെ അനുമോളെ ആരെല്ലാം തല്ലുന്നു അവർക്കെല്ലാം പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉണ്ടാകും എന്നുള്ള ഒരു വലിയ മഠയത്തരം, ഒരു വലിയ തെറ്റിദ്ധാരണ ഇവർക്കെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് വളരെ കൃത്യമായി ഞാൻ പറയാം. അനുമോളെ കൂടുതൽ പ്രേക്ഷകർ ഏറ്റെടുക്കും. അനുമോളുടെ ഭാഗത്ത് തെറ്റുണ്ടോ ശരിയുണ്ടോ, അനുമോൾ ക്യൂട്ട്നെസ് വാരി വിതറുന്നുണ്ടോ, ഇതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ഒരു വ്യക്തിയെ നിരന്തരമായി ടാർഗറ്റ് ചെയ്യുകയും വളഞ്ഞിട്ട് ആക്രമിക്കുകയും ചെയ്യുന്നത് കണ്ടാൽ അവരെയൊക്കെ പ്രേക്ഷകർ ഏറ്റെടുക്കും. അതാണ് ചരിത്രം. അത് നമ്മൾ പറയുമ്പോൾ ഞാൻ അനുമോളുടെ PR ആണെന്നാരും പറഞ്ഞുകൊണ്ട് വരണ്ട. മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ആഴ്ച പലരും ഈ അനുമോൾ എന്ന വിഷയത്തിൽ തട്ടി വീഴും, പലരും നെഗറ്റീവായി മാറും. അതായത് ഇതുവരെ പോസിറ്റീവായിട്ട് ജനങ്ങൾ അംഗീകരിച്ചു കൊണ്ടിരുന്ന ചിലർ കൂടി ആ ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. നെവിൻ അനുമോളെ ചൊറിയുകയും വളരെ ശക്തമായി ആക്രമിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് നെവിൻ്റെ ഗ്രാഫ് താഴെ പോകാൻ സാധ്യതയുണ്ട്. ഇതിനകത്ത് അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയത് ആദിലയും നൂറയുമാണ്. ആദിലയും നൂറയും അക്ബറിന്റെ കൂടെ ചേർന്നുകൊണ്ട് അനുവിനെ കുറ്റം പറയുന്നു. ഇന്നലെ വരെ അനുവിനെ സമാശ്വസിപ്പിക്കുകയും അനുവിൻ്റെ തോളിൽ കൈയിടുകയും അനു സ്ട്രോങ് ആണെന്നൊക്കെ പറഞ്ഞ് കൂടെ നടക്കുകയും ചെയ്ത ആൾക്കാരാണ് ഇപ്പോൾ നേരെ മറുകണ്ഠം ചാടിയിരിക്കുന്നത്. എന്താണ് ഇവരുടെയൊക്കെ മനസ്സിലെ ചിന്ത? കഴിഞ്ഞ 2 എപ്പിസോഡിൽ കൂടി കിട്ടിയ ആ സന്ദേശങ്ങളാണ്. എന്ന് വെച്ചാൽ പ്രേക്ഷകർ മുഴുവനും അനുവിനെ കൈവിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ അനുവിന് അനുകൂലമായി സംസാരിക്കരുത്, അനുവിൻ്റെ കൂടെ ഇരിക്കരുത്, മാക്സിമം അനുവിനെ തള്ളി പറയുക, എതിരായി നിൽക്കുക. അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ രക്ഷപ്പെടുവാൻ സാധിക്കും. ഈ ആഴ്ചത്തോടുകൂടി അനുമോൾ പുറത്തു പോകും. ഇതാണ് ഇവരുടെ ചിന്ത. അനുമോൾക്ക് 3 വോട്ടോടുകൂടി നോമിനേഷനിലേക്ക് വന്നിട്ടുണ്ട്. അനുമോൾക്ക് 3 വോട്ട് എന്ന് പറഞ്ഞപ്പോൾ ചിലരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു 3 വോട്ടേ കിട്ടിയുള്ളൂ എന്ന്. അപ്പോൾ മുഴുവൻ ആൾക്കാരുടെയും ചിന്ത അനുമോൾ ഒരു തീവ്രവാദിയാണ്, ഒരു പ്രശ്നക്കാരിയാണ് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. റന ഫാത്തിമ ഈ ആഴ്ച പുറത്തു പോയാൽ അതിൽ ഒട്ടും അത്ഭുതപ്പെടേണ്ടി വരില്ല. അത്രത്തോളം ആ കുട്ടി വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.